സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള ഒരു വെജ് റെസിപ്പി ആയാലോ? ഹണി ഗാർലിക് മഷ്റൂം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക്, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കാം. ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററും അല്ല, എന്നാൽ തീരെ ലൂസും അല്ല. ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ടീസ്പൂൺ മൈദയും കോൺഫ്ലവറും ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഓയിസ്റ്റർ മഷ്റൂംസ് ഓരോന്നായിട്ട് ബാറ്ററിലും ഡിപ്പ് ചെയ്ത് മൈദയിലും കോട്ട് ചെയ്ത് ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. മഷ്റൂംസ് തീരെ മൂത്ത് പോകാതെ നോക്കുക, എന്നാൽ ക്രിസ്പി ആയിരിക്കും വേണം. ഇനി സോസ് ഉണ്ടാക്കാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഗാർലിക്കും കൂടി ചേർത്ത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് ചതച്ച മുളകും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ വിനീഗറും ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കോൺഫ്ലവർ സ്ലറിയും കൂടെ ഒഴിച്ച് നമുക്ക് ആ ഗ്രേവിയെ തിക്കാക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർത്ത് കൊടുത്ത് ഗ്രേവി നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനും വൈറ്റ് സെസമി സീഡും കൂടെ ചേർത്ത് വാങ്ങി വയ്ക്കാം. ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, പക്ഷേ ഇത് വെറുതെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്.